ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സ്റ്റോക്സ്. ഇന്ന് നമ്മളൊരു ഫേസ് പാക്ക് ആണ് ഇടാൻ പോകുന്നത്. ഉലുവ കൊണ്ടുള്ള ഒരു ഫേസ് പാക്ക്. ഉലുവ വന്ന് പച്ച ഉലുവ പൊടിച്ചിട്ട് അത് ഫേസ് പാക്ക് ഇടുന്നതാണ്. നല്ല സ്കിൻ നല്ല ബ്രൈറ്റ്നെസ് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഉലുവയെ. നല്ല കളർ കിട്ടും, നല്ല ഒരുവിധം നല്ല കറുത്തവർക്കും വെളുക്കാൻ പറ്റിയ ഒരു ഫേസ് പാക്ക് ആണ് ഉലുവ ഫേസ് പാക്ക്. ഉലുവ നമ്മൾ പച്ചയായിട്ട് തന്നെ നല്ല മിക്സിയിൽ പൊടിക്കാതെ, ഒരുപാട് പൊടിയത്തില്ല, ഒരു തെറുതെറുപ്പായിട്ടേ പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കുകയും ചെയ്യാം. ഒന്നുകിൽ വെയിലത്ത് വെച്ചോ അല്ലെങ്കിൽ ഒരു ചട്ടിയിലിട്ടാല് പെട്ടെന്നൊന്ന് വറുത്തെടുക്കാം. പക്ഷെങ്കിൽ ഡ്രൈ റോസ്റ്റ് ഒന്നും ചെയ്യരുത്, ചുമ്മാ ഒന്ന് ചൂടാക്കുക മാത്രം. എന്നിട്ട് അത് പൊടിച്ചെടുത്താണ് നമ്മൾ പാക്കിന് യൂസ് ചെയ്യുന്നത്. ഇത് വന്ന് നമുക്ക് കൈ കാലെല്ലാം തേച്ച് കുളിക്കാന്, ബോഡി ഫുള്ള് തേച്ച് കുളിക്കാൻ ഒരു പൗഡറായിട്ട്, ഫേസ് പാക്കായിട്ട് ഒക്കെ ഉപയോഗിക്കാം ഉലുവ പൊടിച്ചത്. ഇപ്പൊ നാളെ ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഫേസ് പാക്ക് ചെയ്യണം, ഒരു ഫേഷ്യൽ ചെയ്യണമെങ്കിൽ ഉലുവ വന്ന് നല്ല ബെറ്റർ ഓപ്ഷനാണ്. കാരണം നല്ല കളർ കിട്ടും, നല്ല ഷൈനിങ് കിട്ടും ഉലുവയുടെ ഫേസ് പാക്കിന്. നല്ല കളറും നല്ല ഷൈനിങ്ങും പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫേസ് പാക്ക് നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളവർക്കും പിന്നെ ഉലുവ ഫേസിൽ ഇടുമ്പോൾ സ്കിന്നിന് നല്ലതാണോ, തലയ്ക്കല്ല ഉപയോഗിക്കുന്നതെന്നൊക്കെ. പക്ഷെ ഹെയറിനും സ്കിന്നിനും വളരെ നല്ലതാണ് ഉലുവ. ഹെയറിന് ചേർക്കുമ്പോൾ നമ്മൾ കുതിർത്ത് അരച്ച് ഉപയോഗിക്കും. സ്കിന്നിലാവുമ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ട് പൊടിച്ചാണ് ഉപയോഗിക്കുന്നത് സാധാരണ. കുതിർത്തരച്ചാലും നല്ല ഫേസ് പാക്ക് ആണ്, ഇത് അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 1 സ്പൂൺ ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട്. ഉലുവ പൊടിച്ചത്, 1 സ്പൂൺ മുൾത്താനി മിട്ടി എടുത്തിട്ടുണ്ട്. വിറ്റമിൻ ഇ ക്യാപ്സൂൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള റോസ് വാട്ടർ ഒഴിക്കുവാണ്. കുറേശ്ശെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇച്ചിരി ലൂസായിട്ട് മിക്സ് ചെയ്യണേ, കാരണം അത് ഉലുവ ആയതുകൊണ്ട് അത് നമ്മൾ ഇച്ചിരി സമയം ആകാതെ അത് വീണ്ടും കട്ടിയായിക്കൊണ്ടിരിക്കും. അപ്പൊ ഏറെ റോസ് വാട്ടർ ഒഴിച്ച് നമ്മൾ നല്ല ലൂസായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്യാമേ. പാക്ക് ഇടുമ്പോൾ ഇത് ഇങ്ങനെ ഇടുക. നല്ല ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പം നല്ല സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യാം. ഓക്കെ.